വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതുപോലെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ചന് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു മന്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി ഇതുപോലെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ പീസ് ഞാൻ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മന്തിക്ക് ആണെങ്കിൽ കുറച്ച് വലിയ പീസായി കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇപ്പം ഈ ചിക്കൻ പീസ് നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണിത്. ഇതിന് ഞാനൊരു 5 മിനിറ്റ് കുറച്ച് വിനാഗിരി ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിക്കൻ നല്ലോണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അറബിക് മസാലയാണ്, അറബിക് മന്തി മസാലയാണ്. ഇത് ഹോം മെയ്ഡ് മന്തി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് മന്തി മസാലയും അതോടൊപ്പം തന്നെ 2 മാഗി ക്യൂബ്സും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ അല്പം പുതിനയിലയും മല്ലിയിലയും കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കളർ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കളറും അതോടൊപ്പം തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കുറച്ച് കളറായി കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇപ്പം ചിക്കൻ പീസസിൽ മസാല ഒക്കെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം നിർബന്ധമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് ഈ ഒരു കപ്പ് അളവിൽ ഞാൻ അരി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറിന് വേണ്ട അരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പിൽ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി നല്ലോണം ഒന്ന് കഴുകി അതിനൊന്ന് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെല്ല ബസ്മതി റൈസാണ് കൂടുതൽ മന്തിക്കൊക്കെ നല്ലത്. ഞാനിതിപ്പോൾ നോർമൽ ബസ്മതി റൈസാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി അരിയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിലും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ നിന്ന് റൈസ് ഒരു ഹാഫ് കുക്കാവുന്നത് വരെ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇനി ഈ റൈസ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുള്ളത് കുക്കറിലാണ്. അപ്പോൾ അതിനായി ഇതുപോലെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലെടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഓയിലെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് വേറെ ഇനി ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ അല്പം മസാലകളും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇനി ഇത്രയും ഹോൾ സ്പൈസസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇതുപോലെ ഒന്നിട്ട് കൊടുത്ത് ഇനി കുക്കറൊന്ന് അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ വെന്തതിന് ശേഷം ഇതിലേക്ക് തന്നെ റൈസൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഇതിലൊട്ടും അടിക്കോ പിടിക്കോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതുപോലെ അലുമിനിയത്തിൻ്റെ കുക്കർ തന്നെ നമ്മൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടി, ഇതുപോലെ മന്തി റൈസ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ ശ്രമിക്കണം. സ്റ്റീൽ കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ അടിക്കോ പിടിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച അരിയൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് കുക്കായതിന് ശേഷം നമുക്കിതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഇത് ഒരു വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെ വെന്തിട്ടിയാൽ മതി. ഇതിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് നമുക്ക് പിന്നീട് റൈസിലേക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ എടുക്കാം. അതിനായി അല്പം ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ കറക്റ്റ് വേവായിട്ടാണുള്ളത് ഇപ്പം. ഇത്രയും ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത റൈസ് നമുക്കിതിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അല്പം ചിക്കൻ സ്റ്റോക്ക് ഇത് ഈ കുക്കറിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ വേണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ച് പോവും. ഇനി ചിക്കൻ്റെ മുകളിൽ ഇതുപോലെ റൈസ് ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ റൈസ് ഈ ഒരു വേവിലാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. ഒട്ടും ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടുമ്പോൾ തന്നെ നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ റൈസൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിൽ. അതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് പച്ചമുളക് ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ ഇതുപോലെ റൈസിലൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചാർക്കോൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്മോക്കി സ്മെല്ലും കൂടി നമുക്ക് ഈ ഒരു റൈസിലേക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ മന്തി റെസിപ്പിയാണിത്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പി കൂടിയാണ്. ഇനി ഇതിലേക്കൊരു ഡ്രൈ ലെമണും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുക്കർ ഇതുപോലെ ഒന്ന് അടച്ച് ഒരു 15 മിനിറ്റെങ്കിലും സിമ്മിലിട്ട് ഇതുപോലെ ഒന്ന് വെക്കാം. അപ്പോൾ കറക്റ്റ് ആ മന്തി ഒരു ദമ്മൊക്കെ ആയി കിട്ടും. വിസിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. മന്തിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ റൈസൊക്കെ കുഴഞ്ഞു പോയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ റൈസൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഈ കുക്കറൊക്കെ തുറക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് മന്തി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഈ ഒരു മന്തി റെസിപ്പി. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ചൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് ഇന്നത്തെ ഒരു കുക്കർ മന്തി. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു പുഡിങ്ങും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കാണാം. ഈ മന്തിയോടൊപ്പം തന്നെ അതിൻ്റെ സൈഡ് ഡിഷായ ടൊമാറ്റോ ചട്നിയും കൂടി ഞാനിതിലേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്ത അതേ ഒരു ഗ്രിൽ ചെയ്തെടുത്ത പോലെയുള്ള ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു ചിക്കനൊക്കെ കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കനൊക്കെ ഉള്ളത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.